അയ്യോ, ഇന്നലെ എത്തിയത് തന്നെ എനിക്കിവിടെ ഓർമ്മയില്ല കേട്ടോ. അമ്പലത്തിൽ നിന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആദ്യം തന്നെ എനിക്കൊരു തലവേദന ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് നേരെ നോക്കാനും പറ്റുന്നില്ല. എന്തൊരു തലവേദന എന്നാണ് പറയേണ്ടത്. അപ്പോൾ പിന്നെ വേഗം അവിടെ നിന്ന് എങ്ങനെയാണ് വന്നതെന്ന് തന്നെ എനിക്ക് ഓർമ്മയില്ല. അച്ഛൻ പിന്നെ അവിടെ നിന്ന് വരാൻ അത്ര പെട്ടെന്നൊന്നും വരാൻ പറ്റില്ല, പരിപാടിയൊന്നും കഴിയാത്തതുകൊണ്ട് തന്നെ. അതുകൊണ്ട് പെട്ടെന്ന് ഓടിപ്പോയി ഒരു ഓട്ടോ കിട്ടി, ഓട്ടോയിൽ ചാടി കയറി വന്ന് എങ്ങനെയാണ് ഇവിടെ എത്തിയെന്ന് പോലും എനിക്കറിയില്ല. അങ്ങനെ എത്തി. പിന്നെ അപ്പം തന്നെ കിടന്നുറങ്ങി കേട്ടോ. ഫുഡ് പോലും ഞാൻ കഴിച്ചില്ല, അപ്പം തന്നെ കിടന്നുറങ്ങി. പാറുവിനെ അമ്മ കുളിച്ച് റെഡിയാക്കി ഫുഡൊക്കെ കൊടുത്ത് എപ്പോഴാണോ എന്തോ കൊണ്ട് വന്ന് കിടത്തിയത് അതുപോലും ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അപ്പോൾ രാവിലെ എഴുന്നേറ്റ് എത്ര മണിക്ക് അമ്പലത്തിൽ പോകണ്ടേന്നൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റിന് നീർദോശയാണ്. വീട്ടിൽ മിക്കപ്പോഴും നീർദോശയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാവുക. പിന്നെ ഇന്നലെ ഉണ്ടാക്കിയ ചിക്കൻ കറി ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റാണ് കേട്ടോ രാവിലെ തന്നെ ഇങ്ങനെ കഴിക്കാനായിട്ട്. ചിലവരൊന്നും രാവിലെ നോൺ വെജ് കഴിക്കില്ല അല്ലേ, പക്ഷേ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ കഴിക്കാനായിട്ട്. കുറച്ച് കഴിയുമ്പോഴേക്ക് പാറും എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. ആ ഒരു ഉറക്കച്ചടവിലാണ് ആളുള്ളത് കേട്ടോ. അപ്പോൾ അമ്മ ഇങ്ങനെ ഓരോ കാര്യം, വീട്ടിലൊരു ചെറിയൊരു ബൗളുണ്ട് കേട്ടോ, അതിൽ അച്ഛൻ കുറച്ച് ഗപ്പികളെയും കുറച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. കുറേ നാളായിട്ടുള്ള മീനാണ്. ആൾ വന്നു അതിനെ കുറച്ച് കൂടുതൽ സ്നേഹിച്ചതാണെന്ന് തോന്നുന്നു. അപ്പോൾ ഒന്ന് ഇങ്ങനെ വയ്യാതിരിക്കുന്നുണ്ട് കേട്ടോ ബൗളിൽ. അതാണ് അമ്മ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ പരിപാടികൾ എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത് ഞാനും അമ്മയും ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തെയ്യുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് തന്നെ കല്യാണത്തിലേക്കുള്ള പർച്ചേസിങ്ങും ഒക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ കുറച്ച് ദിവസം മാത്രമല്ലേ ഉള്ളൂ. ഇത് നമ്മുടെ പുഴയിൽ നിന്ന് തന്നെ, കായലിൽ നിന്ന് തന്നെ കിട്ടിയ മീനാണ്. ഇവിടെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഫ്രഷ് മീൻ കിട്ടും. ഈ ഫ്രഷ് മീൻ കഴിച്ച് എനിക്ക് വയനാട്ടിലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അവിടുന്ന് ഇങ്ങനെ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച മീൻ കഴിക്കുന്ന സമയത്ത് എനിക്ക് തീരെ ശരിയാവില്ല കേട്ടോ. ആ ഒരു പഴകിയ ആ ഒരു ടേസ്റ്റ്, പഴകിയിട്ടൊന്നും ഉണ്ടാവില്ല അത്ര, പക്ഷേ ആ ഒരു ഫ്രഷ് മീനിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടില്ലല്ലോ. അതെനിക്ക് ശരിക്കും മനസ്സിലാവും കേട്ടോ, ഒരു ടേസ്റ്റിൻ്റെ വ്യത്യാസം. പിന്നെ ആളതാ നാട്ടിലെത്തിയിട്ടുണ്ടെങ്കിൽ പാറുക്കുട്ടി വീട്ടിലങ്ങനെ ഉണ്ടാവുകയില്ല കേട്ടോ. തൊട്ട് പിറകിലാണ് അച്ഛൻ്റെ അനിയന്മാരെ വീട്. അപ്പോൾ രാവിലെ തന്നെ വേഗം അങ്ങോട്ടേക്ക് പോവാണ്. ചോക്ലേറ്റൊക്കെ ആയിട്ട് ഉണ്ടാവത്തേ ഇല്ല കേട്ടോ വീട്ടിൽ. ആൾക്ക് ഇങ്ങനെ ഒരു ജയിലിൽ നിന്നൊക്കെ അഴിച്ചു വിട്ട ഒരു ഫീലാണ് ഉണ്ടാവുക. അപ്പം ഇങ്ങനെ ഓരോ വീടുകളിലായിട്ട് ഇങ്ങനെ പാറിപ്പറന്ന് നടക്കലാണ്. 2 വീട്ടിലും കുട്ടികളുണ്ട് കേട്ടോ. പിന്നെ എക്സാമൊക്കെയാണ് എല്ലാവർക്കും. അപ്പോൾ സ്റ്റഡി ലീവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അത്രയ്ക്ക് അങ്ങ് പാറുവിനെ കളിക്കാനായിട്ട് കിട്ടില്ല. എന്നാലും കുഴപ്പമില്ലാതെ അവൾ എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തോളൂ കേട്ടോ. ഒരാൾക്ക് എക്സാം ഉണ്ടാവുന്ന സമയത്ത് മറ്റാളുണ്ടാവും വീട്ടിൽ, അങ്ങനെയൊക്കെ ആയിട്ട്. ആരാ പറഞ്ഞു അതൊക്കെ? എന്നിട്ട് നീ പഠിച്ചോ? ഇതൊക്കെ ശരിക്കും വാഴേന്റെ ഇലേനെ കൊണ്ടല്ല മുത്തയാക്കല്. വാഴേന്റെ ഇലേനെ കൊണ്ടല്ല ആക്ക. തെങ്ങിന്റെ ഓലയില്ലേ, അതിനെ കൊണ്ടാണ് ആക്ക. അതിനെ കൊണ്ടാണ് വീഡിയോസൊക്കെ മെയിനായിട്ട് എടുത്തത് 25 വർഷത്തിന് ശേഷം നടക്കുന്ന കളിയാട്ടമാണല്ലോ. അപ്പോൾ ഇനി അടുത്ത കളിയാട്ടൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് ഇതൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഈ വീഡിയോസൊക്കെ കാണുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീലായിരിക്കുമല്ലോ. അപ്പോൾ ഈ വീഡിയോസൊക്കെ ഇനി കാണുന്ന സമയത്ത് ചില ആൾക്കാർക്കൊക്കെ തോന്നും ഇതെന്തിനാ ഇങ്ങനെ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് എടുത്തേക്കുന്നത്, ഇത് ഇത്രയൊന്നും ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ എന്നൊക്കെ. പക്ഷേ മെയിനായിട്ട് ഞാൻ ആ ഒരു ദിവസങ്ങളൊക്കെ ഡോക്യുമെൻ്റ് ചെയ്യുക എന്നുള്ളൊരു ആഗ്രഹത്തോടെ ആണ് കേട്ടോ ഈ ഒരു വീഡിയോസൊക്കെ എടുത്തേക്കുന്നത്. എല്ലാ ഭക്തമാനസങ്ങളെയും ആദരവോടെ സ്വാഗതം ചെയ്യുകയാണ്. കാൽനൂറ്റാണ്ടിനപ്പുറം ഈ തിരുസന്നിധിയിൽ നടന്ന പെരുങ്കളിയാട്ടത്തിന്റെ മഹിത സ്മരണകൾ അയവെക്കുന്ന ഒട്ടേറെ മലയാളികളെയും അനേകം പദ്ധതികളെയും വാദ്യമേളത്തിന്റെ പശ്ചാത്തലത്തിൽ ഇതാ 2 പ്രകൃതികളുടെയും ഉച്ചത്തോൽക്കുന്ന ക്ഷേത്രസന്നിധിയിലേക്ക് പ്രവേശിക്കുകയാണ്. ക്ഷേത്രമതിലിനകത്ത് ധരിച്ചുകൂടിയ ജനങ്ങൾ സൗകര്യപ്രദമായ വിഭാഗങ്ങളിലേക്ക് മാറി ഇവിടെ എത്തിച്ചേരുന്ന എല്ലാവർക്കും ചടങ്ങുകളിൽ ദർശിക്കുവാനുള്ള സൗകര്യം ഒരുക്കുന്നതാണ്. നമ്മൾ
നമ്മളൊക്കെ മെയിനായിട്ട് കാണാം തെയ്യങ്ങളും എഴുന്നള്ളത്തും അങ്ങനെയൊക്കെ ആണല്ലോ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കുറേയധികം ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അത് എന്താണ് അതിൻ്റെ പിറകിലുള്ള ഐതിഹ്യം എന്നൊക്കെ ഉള്ളത് നമുക്കിങ്ങനെ അവിടെ അനൗൺസ് ചെയ്യുന്ന സമയത്താണ് മനസ്സിലാവുക എന്താണെന്നുള്ളത്. ഇപ്പോൾ പോയ ആ 2 പേരാണ് ഈ ഒരു അമ്പലത്തിലെ പ്രധാനപ്പെട്ട ഭഗവതിമാരുടെ തിരുമുടി അണിയുന്നത് കേട്ടോ ലാസ്റ്റ് ഡേ. അപ്പോൾ അവർ എന്താ പറയുക ഈ ഒരു അമ്പലത്തിൻ്റെ മൂലസ്ഥാനം ഉണ്ടല്ലോ അവിടുന്ന് വരുന്നതാണ് ഇപ്പോൾ കുറച്ച് മുമ്പ് കണ്ടത്. പിന്നെ മെയിനായിട്ട് അവിടെ കുറേ ചന്തകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പുതിയ പുതിയ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ആൾ ഐസ്ക്രീമൊക്കെ കഴിച്ചുകൊണ്ട് അങ്ങനെ ഫുൾ ആ ഒരു എന്താ പറയുക പാറു ശരിക്കും ആ ഒരു ദിവസങ്ങളൊക്കെ എൻജോയ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. സമ്മാനം ഐഫോൺ, 6ാം സമ്മാനം ഫ്രിഡ്ജ്, 7ാം സമ്മാനം വാഷിംഗ് മെഷീൻ, കൂടാതെ നിരവധി പ്രോത്സാഹന സമ്മാനങ്ങളും ഉണ്ടായിരിക്കുന്നതാണ്. ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയിൽ പാർക്ക് ചെയ്തിരിക്കുന്ന എല്ലാ 2 വീലറുകളും അവിടെ നിന്നും നിർബന്ധമായും മാറ്റി പാർക്ക് ചെയ്യണമെന്ന് അറിയിക്കുന്നു. ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയിൽ പാർക്ക് ചെയ്തിരിക്കുന്ന എല്ലാ 2 വീലറുകളും അവിടെ നിന്നും നിർബന്ധമായും മാറ്റി പാർക്ക് ചെയ്യണമെന്ന് അറിയിക്കുന്നു. സ്മരണിക വില്ലകം വിവിധ സ്റ്റാളുകളിൽ വിതരണം ചെയ്യുകയാണ്. ഇതാണ് അച്ഛൻ്റെ സോഷ്യൽ മീഡിയയുടെ ഓഫീസ് കേട്ടോ. അച്ഛൻ സോഷ്യൽ മീഡിയയുടെ ചെയർമാൻ ആയിരുന്നു. അപ്പോൾ ഫുൾ ടൈം ഇതിനകത്തായിരുന്നു ഉണ്ടായിരുന്നത്. വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യുക, പിന്നെ എഡിറ്റ് ചെയ്യാനും ചാർജ് ചെയ്യാനൊക്കെ ആയിട്ട് ഇവിടേക്ക് വരാം. പിന്നെ നമ്മളൊക്കെ ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്തിരുന്ന പൂമാരുതൻ തെയ്യത്തിൻ്റെ വെള്ളാട്ടാണ് കേട്ടോ വരുന്നത്. ഈ ഒരു തെയ്യം കാണാനായിട്ട് കുറേയധികം ആൾക്കാർ ദൂരദേശങ്ങളിൽ നിന്ന് പോലും വരാറുണ്ട് കേട്ടോ. അതെന്താണെന്നുള്ളത് ഈ തെയ്യം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ഈ തെയ്യം ഉണ്ടെന്നുള്ളത് ശരിക്കും എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. ഞാൻ പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഇനിയൊന്നും ഇല്ലല്ലോ, തോറ്റൊക്കെ ആണല്ലോ, ഇനിയിപ്പം വീട്ടിലേക്ക് പോകാമെന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോഴാണ് അച്ഛൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞത് ഇപ്പം തെയ്യമുണ്ട്, തെയ്യം കാണുന്നില്ലേ എന്നുള്ളത്. പിന്നെ ഒന്നും നോക്കിയില്ല കേട്ടോ. പെട്ടെന്ന് അങ്ങനെ വന്ന സമയത്ത് ഗാലറിയൊക്കെ ഫുള്ളാണ്, എവിടെയും ഒരു സീറ്റും ഇല്ല. പിന്നെ അകത്തേക്ക് എങ്ങനെയൊക്കെയോ കയറി അവിടെ ഒരു സ്ഥലം കിട്ടിയെടുത്ത് അങ്ങ് ഇരുന്നു കേട്ടോ, ഞാനും മാളും പാറും കൂടി. അപ്പോൾ എന്തായാലും അടുത്ത് തന്നെ കാണാനായിട്ട് പറ്റി കേട്ടോ. ലേറ്റായിട്ടാണ് അറിഞ്ഞത്, ലേറ്റായിട്ടാണ് വന്നതെങ്കിലും അടുത്ത് തന്നെ കാണാനായിട്ട് കഴിഞ്ഞു കേട്ടോ. ഈ വെള്ളാട്ടം കാണുമ്പോൾ തന്നെ ഒരു പേടിയാണ് കേട്ടോ. പക്ഷെ അവരുടെ ആ ഒരു മുഖത്തെഴുത്തും ആ ഒരു മുഖമൊക്കെ ഒരു വല്ലാത്തൊരു ഭംഗിയായിട്ട് എനിക്ക് തോന്നും കേട്ടോ. ഒരു രൗദ്രഭാവമാണെങ്കിൽ പോലും ഒരു ഭയങ്കര ഒരു ഐശ്വര്യമുള്ള മുഖം പോലെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. പിന്നെ എന്താ പറയുക, ഇത് കുറച്ച് കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നും ഈ ഒരു തെയ്യൊക്കെ എന്തിനാ ആൾക്കാർ ഇങ്ങനെ ഉപദ്രവിക്കുന്നതെന്നൊക്കെ ഉള്ളത്. അതിന് പിറകിൽ കുറേ ഐതിഹ്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഈ അവിടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ അടികൊള്ളുന്ന അറിഞ്ഞുകൊണ്ട് തന്നെ നിൽക്കുന്നവരാണ്. അവരാരും നിർബന്ധിച്ച് കൊണ്ട് നിർത്തുന്നതൊന്നുമല്ല. അതിങ്ങനെ ഒരു ദേവിയുടെ ഒരു ഐതിഹ്യമായിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ എന്തൊക്കെയോ ഒരു നാട്ടിൽ നിന്ന് മറ്റേ നാട്ടിലേക്ക് പോകുന്ന സമയത്ത് എന്തൊക്കെയോ തടസ്സങ്ങളുണ്ടാകും. ആ ഒരു തടസ്സങ്ങളെയാണ് അവർ എന്താ പറയുക അവിടെ കൂടി നിൽക്കുന്ന ആ ഒരു ബോയ്സൊക്കെ ഉണ്ടല്ലോ അവർ പ്രതിനിധീകരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ തട്ടി നീക്കി മുന്നോട്ട് പോവുക എന്നുള്ളതിൻ്റെ ഒരു സിംബോളിക് ആയിട്ടുള്ള ഒരു പ്രസൻറ്റേഷനാണ് ഇനി നിങ്ങൾ കാണാനായിട്ട് പോകുന്നത്. പിന്നെ തെയ്യം കെട്ടിയ ആൾക്കാർക്ക് സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻ കൊടുക്കാറുണ്ട്. അതായത് ബട്ടക്സിൻ്റെ അവിടെ മാത്രമേ അടിക്കാൻ പാടുള്ളൂ, തലയിൽ പുറത്ത് അങ്ങനെയൊന്നും അടിക്കാൻ പാടില്ല എന്നുള്ളത്. അങ്ങനെ അടിക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇൻറ്റേർണലായിട്ട് ഇഞ്ചുറിയൊക്കെ ഉണ്ടെങ്കിൽ അത് ഭയങ്കര ഹെൽത്തിന് തന്നെ ഭയങ്കര ദോഷമാണല്ലോ. അപ്പോൾ അങ്ങനെ ആ ഒരു തെയ്യം കെട്ടിയ ആ ഒരു ആവേശത്തിൽ പിന്നെ അവർക്കൊന്നും മനസ്സിലാവാത്തത് കൊണ്ട് തന്നെ ചിലപ്പോൾ അവർ പറഞ്ഞ സ്ഥലങ്ങളിൽ മാറിയിട്ട് തലയിലും ബാക്കിലൊക്കെ അങ്ങനെ അടി കൊള്ളാറുണ്ട് കേട്ടോ.
പക്ഷേ എന്താ പറയുക, തെയ്യം കുറച്ച് ഉഷാറായില്ലെങ്കിൽ, ലോ എനർജി ആണെങ്കിൽ ഇതേ ആൾക്കാർ തന്നെ കംപ്ലൈൻറ്റ് ചെയ്യും, ആ ഒരു തെയ്യം പോരായിരുന്നു, അത്ര ഒരു എനർജി ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. ഇനി അഥവാ കുറച്ച് എനർജൈസ്ഡ് ആയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനും കുറ്റം അവർക്ക് തന്നെയാണ് കേട്ടോ കിട്ടുക. എന്താ പറയുക, നമ്മൾ ഈ ഒരു തെയ്യം കെട്ടുന്ന ആൾക്കാരൊക്കെ ഒരു മനുഷ്യന്മാർ തന്നെയാണ് എന്നുള്ളത് പലപ്പോഴും പലരും തിരിച്ചറിയാറില്ല. തീ ചാമുണ്ടി, പിന്നെ നമ്മളെ മേലേരിയിൽ വീഴുന്ന ആ ഒരു വിഷ്ണുമൂർത്തിയൊക്കെ ഉണ്ടല്ലോ, ഒറ്റക്കോലം, അതൊക്കെ കാണുന്ന സമയത്ത് എനിക്ക് ശരിക്കും ഉള്ളിൽ എന്താ പറയുക, ഒരു വല്ലാത്തൊരു പെയിൻ തോന്നാറുണ്ട്. അങ്ങനെയുള്ള ആ ഒരു ആചാരങ്ങളൊക്കെ നമുക്ക് കുറച്ചും കൂടി ലഘുവായിട്ട് കുറയ്ക്കാനുള്ള സമയമായിട്ടുണ്ടാവും. ഒരു മേലേരിയിലൊക്കെ വീഴുന്ന സമയത്തൊക്കെ ആൾക്കാർക്ക് ഇനിയും വീഴണം എന്നുള്ള ആ ഒരു തോന്നൽ ഉണ്ടാവാറുണ്ട് കേട്ടോ. പക്ഷേ ആ ഒരു തെയ്യം കെട്ടിയിരിക്കുന്ന ആ ഒരു ആളും ഒരു മനുഷ്യനാണ്. അവർക്കും ആ ഒരു തീയുടെ ചൂടും പൊള്ളലും ഒക്കെ ഉണ്ടാവും എന്നുള്ളത് പലപ്പോഴും പലരും മനസ്സിലാക്കാറ് പോലും ഇല്ല കേട്ടോ. തെയ്യം കഴിഞ്ഞാൽ തൊഴാനായിട്ട് തെയ്യത്തിൻ്റെ അടുത്ത് പോയിട്ട് നിൽക്കാൻ പറ്റുമല്ലോ. അപ്പോൾ പാറുവിന് ശരിക്കും ആ തെയ്യത്തിന് അത്ര അടുത്തുനിന്ന് കാണാം. അപ്പം തെയ്യം കഴിയുക, തൊഴാൻ പോവാം, അത് പാറുവിനൊരു പതിവാണ്. പിന്നെ കുറച്ച് നേരം അവിടെ അകത്തൊക്കെ പോയി അപ്പോഴാണ് ആൾക്കാരെയൊക്കെ കാണാനായിട്ട് കഴിയുക കേട്ടോ. നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ള ആൾക്കാരെയും പിന്നെ നാട്ടുകാരെയും. നമ്മളിങ്ങനെ വെക്കേഷനൊക്കെ വരുന്ന സമയത്ത്, ഇങ്ങനെയുള്ള തെയ്യമൊക്കെ ഉണ്ടാകുന്ന സമയത്താണ് പല ആൾക്കാരെയും വെക്കേഷന് വരുന്ന സമയത്തൊന്നും അങ്ങനെ കാണാൻ പറ്റാറില്ല. അപ്പോൾ ഇങ്ങനെയുള്ള തെയ്യമൊക്കെ ഉണ്ടാകുന്ന സമയത്ത്, കളിയാട്ടൊക്കെ ഉണ്ടാകുന്ന സമയത്താണ് പലരെയും കാണാൻ പറ്റുക കേട്ടോ. നമ്മൾ കുട്ടിക്കാലത്തൊക്കെ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരെ ഇങ്ങനെ എന്താ പറയുക, കുറേ നാൾ കഴിഞ്ഞിട്ട് കാണുന്ന സമയത്ത് അതൊരു വല്ലാത്തൊരു ഫീലാണ്. ഒരു തെയ്യമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ നാട്ടിലേക്ക് പോകുന്നത് കേട്ടോ. തെയ്യം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എൻ്റെ രക്തത്തിലൊക്കെ അലിഞ്ഞു ചേർന്നിട്ടുള്ള ആ ഒരു കാര്യം ആയതുകൊണ്ട് തന്നെ പലപ്പോഴും പലരും എൻ്റെ ഓഫീസിൽ നിന്ന്, ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ചോദിക്കാറുണ്ട്, തെയ്യം കാണാനാണോ നീ ഇത്രയും പൈസ മുടക്കിയിട്ട് നാട്ടിലേക്ക് ഫ്ലൈറ്റൊക്കെ എടുത്ത് പോകുന്നതെന്നുള്ളത് ചോദിക്കാറുണ്ട് കേട്ടോ. ആ ചോദിക്കുന്നവർ ശരിക്കും പറഞ്ഞാൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലയിലുള്ള ആൾക്കാരാവില്ല. കാരണം അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് അറിയാം ഈ ഒരു തെയ്യം എന്താണ്, കളിയാട്ടം എന്താണ്, അതൊക്കെ എത്രമാത്രം നമ്മളായിട്ടിങ്ങനെ അടുത്ത് എന്താ പറയുക, ചേർന്ന് നിൽക്കുന്നുണ്ട് എന്നുള്ളത് അവർക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ പോയത് തന്നെ എന്താ പറയുക, പാറുവിന് ആ ഒരു തെയ്യം കാണിച്ചു കൊടുക്കുക. പിന്നെ എന്താ പറയുക, എനിക്ക് അവിടെ ഈ ഒരു സമയത്ത് ലീവൊന്നും കിട്ടാതെ അവിടെ ഇരിക്കുകയാണെങ്കിൽ തന്നെ എനിക്ക് അവിടെ ഇരിക്കപ്പുറത്തേ ഉണ്ടാവില്ല, മസ്കറ്റിൽ ഇരിക്കപ്പുറത്തേ ഉണ്ടാവില്ല കേട്ടോ. വല്ലാതെ മനസ്സ് അവിടെ തന്നെ ആയിരിക്കും. അയ്യോ പോകാൻ പറ്റിയില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് നല്ല സങ്കടം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഞാൻ വേറെ ഒന്നും നോക്കിയില്ല, എനിക്ക് പോയേ മതിയാവൂ എന്നുള്ളത് ഓഫീസിൽ പറഞ്ഞു. അതുകൊണ്ട് തന്നെ വർക്കും കാര്യങ്ങളൊക്കെ നേരത്തെ ചെയ്ത് തീർത്ത് അങ്ങനെ അങ്ങ് നാട്ടിലേക്ക് വന്നതുകൊണ്ട് തന്നെ എനിക്ക് എന്തോ ഒരു സന്തോഷമായിരുന്നു എന്നറിയോ. മനസ്സിന് വല്ലാത്തൊരു സന്തോഷമായിരുന്നു ആ ഒരു 25 വർഷത്തിന് ശേഷമുള്ള കളിയാട്ടം. ഇനി അടുത്ത കളിയാട്ടത്തിന് നമ്മൾ എങ്ങനെയായിരിക്കും, എവിടെയായിരിക്കും, അതുപോലും അറിയില്ലല്ലോ. അതുകൊണ്ട് കളിയാട്ടത്തിന് വരാൻ പറ്റി, കളിയാട്ടം കണ്ടു, അത് ഒരു സന്തോഷം തന്നെയായിരുന്നു. ലാസ്റ്റ് 3 ദിവസമാണ് കേട്ടോ എല്ലാവർക്കും ഫുഡ് കൊടുക്കുക, അന്നദാനം ഉണ്ടാവുക. പിന്നെ ഈ ദിവസങ്ങളിലൊക്കെ സംഘാടകർക്ക്, അവർക്ക് അങ്ങനെയുള്ളവർക്ക് മാത്രമായിരുന്നു കേട്ടോ ഫുഡ് ഉണ്ടായിരുന്നത്. എല്ലാ ദിവസത്തെ ഫുഡും ഒന്നിനൊന്ന് മെച്ചായിരുന്നു കേട്ടോ. പാറൊക്കെ എത്രയാണ് കഴിച്ചതെന്നറിയോ, എനിക്ക് തന്നെ അത്ഭുതമായിപ്പോയി. നല്ല ചൂട് ചോറും സാമ്പാറും അച്ചാറും പച്ചടിയൊക്കെ ആയിട്ട്, ഇപ്പം തന്നെ ആലോചിക്കുമ്പോൾ എനിക്ക് വായിന്ന് വെള്ളം വരുന്നുണ്ട് കേട്ടോ. എന്തൊരു ടേസ്റ്റായിരുന്നു എന്നറിയാം. പിന്നെ കുറച്ച് കഷ്ടപ്പാടാണ് ഫുഡ് കിട്ടണമെങ്കിൽ, ആൾക്കാർ കുറേ പേരുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഉന്തും തള്ളും, പാത്രം വാങ്ങിക്കുക, എന്നിട്ട് പോയിട്ട് വാങ്ങിക്കുക, കുറച്ച് കഷ്ടപ്പാടാണ്. എന്നാലും ആ ഒരു കഷ്ടപ്പാടിനൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. ആ ഒരു ഫുഡ് കിട്ടുന്ന സമയത്ത് നമ്മൾ അതൊക്കെ മറന്നു പോകും. ദീപേച്ചിക്ക് ചൂടായിട്ട് നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുന്നില്ലല്ലോ. എനിക്ക് കണ്ട ചോദിച്ചു നോക്കാം, എനിക്ക് മാത്രമൊന്നല്ല, അതിന്റെ അമ്മയുണ്ട്. ഞാൻ കുറച്ച് ഉറക്കിയാ പറയുന്നു. ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് പെരുങ്കളിയാട്ടം ദേശപ്പെരുമ, സാമൂഹ്യ സാംസ്കാരിക ജീവിതം തുടങ്ങി സർവതല സ്പർശിയായ വിഷയങ്ങൾ ഉൾക്കൊള്ളുന്നതും